الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും കർമ്മവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഗ്രന്ഥത്തിൽ നിന്നും കിതാബു ത്വഹാറത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-3 അധ്യായങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ശുദ്ധി വരുത്തേണ്ട രീതികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വുദൂ, കുളി, ഇതുപോലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം സംസാരിച്ചത്. ഇനി അടുത്ത അധ്യായം ബാബുൻ ഫി അഹ്കാമി തയമ്മും എന്നുള്ളതാണ്. തയമ്മും ചെയ്യുന്നതിൻ്റെ വിധികൾ, അതിൻ്റെ നിയമങ്ങളാണ് അടുത്ത അധ്യായത്തിൽ മുസന്നിഫ് ഗ്രന്ഥരചയിതാവ് കൊണ്ടുവന്നിരിക്കുന്നത്. തയമ്മും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ നിയമപരത, ഇതുപോലുള്ള വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഷെയ്ഖ് അവറുകൾ പറയുന്നു, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖദ് ശറഅ തതഹുറ ലിസ്സലാത്തി മിനൽ ഹദസൈൻ അൽ അസ്ഗർ വൽ അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വതആല ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്താൻ നിയമമാക്കിയിട്ടുണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരാൾക്ക് നമസ്കരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ വേറെ ചില ആമാലുകൾക്കും അവകൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ, അത് ചെറിയ ശുദ്ധിയാകട്ടെ വലിയ ശുദ്ധിയാകട്ടെ, അതിന് ശുദ്ധി വരുത്തുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ബിൽ മാഇല്ലദി അൻസലഹുല്ലാഹു ലനാ തഹൂറ. എന്തുകൊണ്ട് ശുദ്ധി വരുത്താനാണ് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല തഹൂറായ വെള്ളം ഇറക്കി തന്നിട്ടുണ്ട്. ഈ തഹൂറായ വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ശുദ്ധി വരുത്തേണ്ടത്. ഇത് വഹാദ വാജിബുൻ ലാ ബുദ്ദ മിൻഹു മഅൽ ഇംകാൻ. ഇങ്ങനെ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. വുളു ആകട്ടെ കുളിയാകട്ടെ വെള്ളം കൊണ്ടാണ് ചെയ്യേണ്ടത്. ലാ ബുദ്ദ മിൻഹു മഅൽ ഇംകാൻ, സാധ്യമാണെങ്കിൽ. അപ്പോൾ ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്, വെള്ളം ലഭ്യമാണ്, വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ പ്രയാസങ്ങളില്ല, വെള്ളം കിട്ടും, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ വെള്ളം കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധി വരുത്തേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. ലാകിൻ ഖദ് തഅരിദു ഹാലാത്തുൻ ഫയകൂനുൽ മാഉ ഫീഹാ മഅദൂമ ഔ ഫീ ഹുക്മിൽ മഅദൂം. എന്നാൽ ചില അവസ്ഥകൾ മനുഷ്യനുണ്ടാകാം. അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വെള്ളം ഇല്ലാത്ത അവസ്ഥയാകാം, അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയെപ്പോലുള്ള അവസ്ഥയുണ്ടാകാം. വെള്ളം ലഭ്യമായിരിക്കും, പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാകാം. ഒന്നുകിൽ വെള്ളമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസകരമായ അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകൾ മനുഷ്യന് സാധാരണ ഉണ്ടാകാം. അല്ലെങ്കിൽ ഔ മൗജൂദൻ ലാകിൻ യതഅദ്ദറു ഇസ്തിഅമാലുഹു ലിഉദ്രിൻ മിനൽ ആദാരി ശർഇയ്യ. അപ്പോൾ ചിലപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളമുണ്ട്, പക്ഷെ ചില കാരണങ്ങൾ, ശരീഅത്ത് പഠിപ്പിക്കുന്ന ചില കാരണങ്ങളാൽ അത് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തതായ അവസ്ഥയുണ്ട്. വഹുനാ ഖദ് ജഅലല്ലാഹു മാ യനൂബു അൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരമായി ഒന്നിനെ നിശ്ചയിച്ചിട്ടുണ്ട്. വഹുവ തയമ്മും ബിത്തുറാബി. അതാണ് മണ്ണ് കൊണ്ട് എന്ത് ചെയ്യുക? തയമ്മും ചെയ്യുക എന്നുള്ളത്. തൈസീറൻ അലൽ ഖൽഖി വറഫഅൻ ലിൽ ഹറജ്. ഇത് സൃഷ്ടികൾക്ക് കാര്യം എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളതാണ്. വെള്ളം
ഇല്ല എങ്കിലും എന്ത് ചെയ്യുക, അതിന് പകരമായി എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശർഅ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. ഒരു യാത്രാവേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം എന്ത് ചെയ്യണത്, സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അവതരിപ്പിച്ചു കൊടുക്കുന്നത്. യാത്രാവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ആഭരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ തങ്ങുന്ന സാഹചര്യമുണ്ടായി ഇടയിൽ. അപ്പോൾ ആളുകളുടെ കയ്യിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന് പകരമായി തയമ്മും ചെയ്യാമെന്നുള്ളതായ ആയത്ത് അവർക്ക് അനുഗ്രഹമായി കൊണ്ട് ഇറക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഈ വിഷയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞുപോയ ആയത്താണ്. നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, മുട്ടുൾപ്പെടെ 2 കരങ്ങളും കഴുകണം, തല മുഴുവനും തടകണം, ഞെരിയാണി ഉൾപ്പെടെ കാലുകളും കഴുകണം. എന്നിട്ടല്ല പറയുന്നു, വഇൻ കുൻതും ജുനുബൻ ഫതഹറു, നിങ്ങൾക്ക് വലിയ ശുദ്ധിയുണ്ട്, ജനാബത്തുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തണം, കുളിക്കണം. വഇൻ കുൻതും മർദ, ഇനി നിങ്ങളെങ്ങാനും രോഗിയായ അവസ്ഥയാണ്, ഔ അലാ സഫരി, അല്ലെങ്കിൽ ഒരു യാത്രയിലാണ്, ചിലപ്പോൾ വെള്ളം കിട്ടാൻ പ്രയാസകരമായ അവസ്ഥയിലാകാം. ഔ ജാ അഹദും മിൻകും മിനൽ ഗായിതി, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ശേഷം ഒരാൾ വരുന്നു, വെള്ളമില്ല. ഔ ലാമസ്തുമുൻ നിസ, അല്ലെങ്കിൽ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഫലം തജിദു മഅൻ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടായാൽ, വെള്ളം നിങ്ങൾ അന്വേഷിച്ചു പക്ഷെ വെള്ളമില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശുദ്ധമായ ഭൂമുഖം കൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്യുക എന്ന് അല്ലാഹു പറയുന്നു. അങ്ങനെ തയമ്മും ചെയ്യുമ്പോൾ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻ, അതുകൊണ്ട് ആ ഭൂമുഖത്തുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മുഖങ്ങൾ തടകണം, അതേപോലെ നിങ്ങളുടെ കൈകളും തടകണം. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും, എന്നാൽ അല്ലാഹു നിങ്ങളെ ശുദ്ധി വരുത്താനാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആയത്താണ് തയമ്മും അനുവദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നതായ ആയത്ത്. സൂറത്തുൽ മാഇദയിലുള്ള ആയത്താണ്. ഇവിടെ തയമ്മുമു ഫിൽ ലുഗത്തി, എന്താണ് തയമ്മും എന്നാണ് ശേഷം മുസന്നിഫ് പറയുന്നത്. തയമ്മും എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം അൽ ഖസ്ദു, ഉദ്ദേശിക്കുക, ലക്ഷ്യമാക്കുക എന്നാണ് ഭാഷയിൽ തയമ്മും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. വത്തയമ്മുമു ഫി ശർഇ, എന്നാൽ ശരീഅത്തിൽ തയമ്മും എന്നതുകൊണ്ട് സാങ്കേതികമായി എന്താണ് അതിന്റെ അർത്ഥം? ഹുവ മസ്ഹുൽ വജ്ഹി വൽ യദൈൻ, മുഖം തടകലാണ്, അതേപോലെ 2 കൈകളും തടകലാണ്. ബിസ്വഈദിൻ അലാ വജ്ഹിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ചില രീതിയിൽ മണ്ണുകൊണ്ട് മുഖവും കൈകളും തടകുന്നതിനാണ് ശരീഅത്തിന്റെ ഭാഷയിൽ എന്തെന്ന് പറയുക, തയമ്മും എന്ന് പറയുക. അപ്പോൾ ശർഈയായിട്ട് തയമ്മും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രത്യേകമായ ചില രീതിയിൽ എന്ത് ചെയ്യുന്നു, മുഖവും 2 കൈകളും മണ്ണുപയോഗിച്ച് തടകുന്നു. ഇതിനാണ് തയമ്മും എന്ന് പറയുന്നത്. വകമാ ഹുവ സാബിത്തുൻ ഫിൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിൽ ഇത് സ്ഥിരപ്പെട്ടു വന്നതുപോലെ ഫഹുവ സാബിത്തുൻ ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇജ്മാഇൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇതിന്റെ നിയമപരത സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതേപോലെ ഉമ്മത്തിന്റെ മുഴുവൻ ഇജ്മാഉമുണ്ട്, ഇതിൽ ഏകോപിച്ച അഭിപ്രായമാണ്. അപ്പൊ തയമ്മും ചെയ്യാനുള്ള തെളിവ് എന്താണ്? ഖുർആനാണ്, അതേപോലെ ഹദീസാണ്, അതേപോലെ ഇജ്മാഉമുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ ഏകോപിച്ച അഭിപ്രായവും തയമ്മും ചെയ്യാമെന്നുള്ളത് ഏകോപിച്ച കാര്യമാണ്. വഹുവ ഫളീലത്തുൻ ലിഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിച്ച ഒരു ശ്രേഷ്ഠതയുമാണിത്, തയമ്മും മണ്ണുകൊണ്ട് തയമ്മും ചെയ്യാമെന്നുള്ളത്. ഇഖ്തസ്സഹ അല്ലാഹു ബി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ അള്ളാഹു ഈ തയമ്മും കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, പ്രത്യേകമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലം യജ്അൽഹു തഹൂറൻ ലിഗൈരിഹ, വേറെ ഒരു സമൂഹത്തിനും എന്തായിരുന്നില്ല, ഭൂമുഖം കൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് ശുദ്ധി വരുത്തുക എന്നുള്ളത് വേറൊരു സമൂഹത്തിനും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകിയതാണ്. തൗസിഅതൻ അലൈഹ വ ഇഹ്സാനൻ മിൻഹു ഇലൈഹ, അവർക്കൊരു വിശാലത നൽകാൻ വേണ്ടിയിട്ടും
അതേപോലെ തന്നെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹമായിട്ടും അള്ളാഹു എന്ത് ചെയ്തതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പ്രത്യേകമാക്കി നൽകിയതാണ് ഈ പറയുന്ന ഹുക്മ്. ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഫി സ്വഹീഹൈനി വഗൈരിഹിമ, അതല്ലാത്തതുമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ഖംസൻ, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, ലം യുഅതഹുന്ന അഹദുൻ ഖബലി, എനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും ചെയ്തിട്ടില്ല, ആ 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നുസിർതു ബിർറുഅബി മസീറത ഷഹരിൻ, റുഅബ് കൊണ്ട്, ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടിട്ടുണ്ട് ശത്രുക്കൾക്കെതിരെ. മസീറത്ത ഷഹരിൻ, ഒരു മാസത്തെ വഴിദൂരത്തോളം. അപ്പോ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയ ഒരു അനുഗ്രഹമാണ്. ശത്രുക്കൾക്ക് ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിട്ടുണ്ടായിട്ടുണ്ട്, എന്ത് നൽകിയിട്ടുണ്ട്, പേടി നൽകിയിട്ടുണ്ട്. ആ പേടി നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളും ഹദീസുകളിൽ കാണാം. എപ്പോഴാണ് ശത്രുക്കൾ നിങ്ങളെ ഭയപ്പെടാതിരിക്കുക, ദീൻ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ്, ഉപേക്ഷിക്കുമ്പോഴാണ്, ദീനിയായിട്ട് എന്ത് ചെയ്യുക, അതിലുള്ള നിയമങ്ങൾ നിങ്ങൾ തെറ്റിക്കുമ്പോഴും മറ്റൊക്കെ എന്ത് ചെയ്യും, ആ ഭയം നഷ്ടപ്പെടുമെന്ന് ഹദീസുകളിൽ തന്നെ കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണത്. ശത്രുക്കൾക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്തുണ്ടാവും, പേടിയുണ്ടാകും എന്നുള്ളത്. അതേപോലെ വജുഇലത് ലി അൽ അർദു മസ്ജിദൻ വതഹൂറ, ഭൂമിയെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധി വരുത്താനുള്ളതായ വസ്തുവുമാക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. മറ്റുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ട്, അവിടെ മാത്രമേ നമസ്കരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെയാണെങ്കിലും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. അതേപോലെ തന്നെ സമയമാകുമ്പോൾ ഭൂമിയുടെ എവിടെയാണെങ്കിലും അവിടെ നിന്നും ചെയ്യാം, ശുദ്ധി വരുത്തുകയും ചെയ്യാം. അതിനുള്ളതായ അനുമതിയും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകത്ഹു സ്വലാ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഏതൊരു മനുഷ്യനും അവർക്ക് നമസ്കാരം എത്തിക്കഴിഞ്ഞാൽ ഫൽയുസല്ലി, അവൻ എന്ത് ചെയ്യട്ടെ, അവിടെ നമസ്കരിച്ചു കൊള്ളട്ടെ. വഫീ ലഫ്ളിൻ ഫഇൻദഹു മസ്ജിദുഹു വതഹൂറു, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, അവന്റെ അടുക്കൽ മസ്ജിദുമുണ്ട്, അതേപോലെ തന്നെ ശുദ്ധി വരുത്താനുള്ളതായ മണ്ണുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ യാത്രാവേളകളിലും മറ്റും അവർക്ക് എന്ത് ചെയ്യാം, ഭൂമിയിൽ എവിടെയും നമസ്കരിക്കാം. അതേപോലെ തന്നെ വെള്ളമില്ല എങ്കിൽ മണ്ണ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാം. ഫതയമ്മുമു ബദലു ത്വഹാറത്തിൽ മാഇ ഇൻദൽ അജ്സി അൻഹു ശർഅൻ, തയമ്മും എന്നുള്ളത് വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്നതിന് ബദലായിട്ടുള്ളതാണ്, പകരമായിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ശുദ്ധി വരുത്തേണ്ടത്, വെള്ളം കൊണ്ട് തന്നെയാണ്. സാധിക്കുമെങ്കിൽ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തലാണ് നിർബന്ധമാണ്. അങ്ങനെ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്നതിന്റെ ബദലാണ്, പകരമാണെന്ത്, ഈ പറയുന്ന തയമ്മും. എപ്പോഴാണത് ബദലാകുന്നത്, ഇൻദൽ അജ്സി അൻഹു ശർഅൻ, ശരീഅത്ത് നൽകുന്ന ചില നിയമപ്രകാരം അതിനെ തൊട്ട് ഒരാൾ അശക്തനായി, വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട് സാധിക്കാത്ത അവസ്ഥ വന്നു. യുഫ്അലു ബിത്തതഹുരി ബിഹി കുല്ലു മാ യുഫ്അലു ബിത്തതഹുരി ബിൽ മാഇ, വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടും ചെയ്യാം, തയമ്മും കൊണ്ടും ചെയ്യാം. വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തി വുളൂ ചെയ്തു, കുളിച്ചു, എന്നിട്ട് അവന് അനുവദനീയമാകുന്ന നമസ്കാരം, ഖുർആൻ പാരായണം, അതേപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ, തവാഫുകൾ, ഏത് ഇബാദത്തും അത് എന്തുകൊണ്ടും ആകും, തയമ്മും കൊണ്ടുമാകും. കാരണം വുളൂഇന് അല്ലെങ്കിൽ കുളിക്ക് പകരമാണെന്ത്, തയമ്മും വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊന്നിന് പകരമായിട്ടാണോ അല്ലാഹു നിശ്ചയിച്ചത്, അതിന്റെ ഹുക്കുമുകളെല്ലാം, അതിന്റെ നിയമങ്ങളെല്ലാം എന്തായിരിക്കും, ഇതിനും ബാധകമായിരിക്കും. അപ്പോൾ വുളൂ കൊണ്ടും കുളി കൊണ്ടും എന്തെല്ലാം കാര്യങ്ങൾ അനുവദനീയമാകും അതെല്ലാം ഇതുകൊണ്ടും എന്താകും, പ്രവർത്തിക്കാവുന്നതാണ്. മിനസ്സലാത്തി വത്തവാഫി വഖിറാഅത്തിൽ ഖുർആനി വഗൈരി ദാലിക്, നമസ്കാരം, തവാഫ്, ഖുർആൻ പാരായണം, അതല്ലാത്തതുമായ ഏത് കാര്യവും. ഫഇന്നല്ലാഹ ജഅല തയമ്മുമ മുതഹ്ഹിറൻ കമാ ജഅലൽ മാഅ മുതഹ്ഹിറൻ, വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി വരുത്താനുള്ളതായ വസ്തുവായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തയമ്മുമിനെയും അല്ലാഹു മുതഹ്ഹിറാക്കിയിട്ടുണ്ട്. വെള്ളം കൊണ്ട് ശുദ്ധിയാകുന്നത് പോലെ തന്നെ എന്താവും, തയമ്മും കൊണ്ട് ശുദ്ധിയാകും. അതിൽ എന്ത് ചെയ്യേണ്ടതില്ല, വിശ്വാസികൾ കാണിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കാനാണ് പറയുന്നത്. ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, സംശയങ്ങളുണ്ടാവും. വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുന്നത് പോലെ തയമ്മും ചെയ്താൽ ശുദ്ധിയാകുമോ, അതൊരു സംശയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, തയമ്മും ചെയ്തിട്ട് നമസ്കരിച്ച് പിന്നെ വീണ്ടും എന്ത് ചെയ്യും,
അടക്കി നമസ്കരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തിയാൽ ശുദ്ധിയാകുന്നത് പോലെ തന്നെ എന്തുണ്ടാവും? തയമ്മും കൊണ്ട് ശുദ്ധിയാകുന്നതാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് തുർബതുഹാ ലനാ തഹൂറ. അതായത് ഭൂമിയിലുള്ള മണ്ണിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അള്ളാഹു തഹൂറാക്കി നൽകിയിരിക്കുന്നു. തഹൂർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശുദ്ധി വരുത്താൻ പറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഇങ്ങനെ വെള്ളത്തിന് പകരമായി തയമ്മും ചെയ്യുക? വയനൂബു തയമ്മും അനിൽ മാഇ ഫി അഹ്വാലിൻ. വെള്ളത്തിന് പകരം തയമ്മും പകരമാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അത് അവ്വലൻ, ഒന്നാമതായിട്ട് ഇദാ ഉദിമൽ മാഉ, വെള്ളം ഇല്ലാതെയായാലാണ്. വെള്ളമില്ലാത്ത അവസ്ഥ വന്നു, എന്നാൽ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. ലിഖൗലിഹി തആല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ കാണാം, ഫലം തജിദു മാഅൻ ഫതയമ്മമു, നിങ്ങൾക്ക് എന്തല്ല അങ്ങനെ വെള്ളം ലഭ്യമാകുന്നില്ല എങ്കിൽ ഫതയമ്മമു, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. സവാഉൻ അദിമഹു ഫിൽ ഹദരി അവി സഫരി വതലബഹു ഫലം യജിദുഹു. ഇങ്ങനെ വെള്ളം ഇല്ലാതെയാകുന്നത് ഒരാൾ നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലാകട്ടെ, അല്ലെങ്കിൽ യാത്രാവേളയിലാകട്ടെ, എവിടെയാണെങ്കിലും ഒരാൾക്ക് വെള്ളമില്ലെങ്കിൽ അത് അന്വേഷിക്കുക. വതലബഹു, അവനതിനെ അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധമാണെന്നാണ്. അങ്ങനെ വെള്ളം കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? കാരണം ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നില്ല എന്നറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അപ്പോ നമസ്കരിക്കാനുള്ള സമയമായി, വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന് ചില പരിധിയെല്ലാം ചില ഉലമാക്കൾ പറയുന്നുണ്ട്, 1 മൈല് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം? അത് ഷേഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നത് അതിന് പ്രത്യേകം എന്തില്ല, പരിധി ശറയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാലും എന്താണ്, ഒരു ഉർഫില് സാധാരണ രീതിയിൽ എന്താണ്, വെള്ളം ലഭ്യമാകുന്ന സാധ്യതകളെ കുറിച്ച് അവൻ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് അവനക്ക് ലഭ്യമല്ല എങ്കിൽ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്വേഷിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ അവസ്ഥ. വെള്ളമില്ല എങ്കിൽ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. രണ്ടാമത്തേത്, ഇദാ കാന മഅഹു മാഉൻ യഹ്താജുഹു ലിശുർബിൻ വതബഖിൻ. ഇനി ഒരാൾക്ക് വെള്ളമുണ്ട് അവന്റെ കൂടെ, പക്ഷേ ആ വെള്ളം യഹ്താജുഹു ലിശുർബിൻ വതബഖിൻ, അവന് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ്, അല്ലെങ്കിൽ പാചകത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളം കൊണ്ട് വുദൂ ചെയ്താൽ അല്ലെങ്കിൽ കുളിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കൂല? കുടിക്കാൻ വെള്ളം ഉണ്ടാവുകയില്ല. ഫലൗ തതഹറ മിൻഹു ലഅദറ ഹാജതഹ, ഇതുകൊണ്ട് അവൻ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യൂല? നടക്കുകയില്ല, പ്രയാസം ഉണ്ടാകും. ബിഹൈസു യഖാഫു അൽഅത്ഷ അലാ നഫ്സി, അവന്റെ ജീവനെ തന്നെ ഭയപ്പെടുന്നുണ്ട്. ദാഹം, പ്രയാസം, ചിലപ്പോൾ യാത്രാവേളകളിൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഔ അത്ഷ ഗൈരിഹി മിൻ ആദമിയിൻ ഔ ബഹീമത്തിൻ മുഹ്തറമൈൻ, ഒന്നുകിൽ സ്വയം ദാഹമാണ് ഭയപ്പെടുന്നത്, സ്വന്തം നഫ്സിന്റെ മരണം വെള്ളമില്ലാതെ കഷ്ടപ്പെടുമെന്ന് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗത്തിന്റെ, അവൻ വളർത്തുന്ന മൃഗങ്ങൾ. പക്ഷെ ഇവകള് മുഹ്തറമൈനുകളായിരിക്കണം, ആദരിക്കപ്പെടുന്ന മനുഷ്യരാകണം, അതേപോലെ തന്നെ മൃഗങ്ങളാകണം. ചില മൃഗങ്ങളെ എന്താണ്, വധിക്കൽ അനുവദനീയമായ ചില മൃഗങ്ങളുണ്ട്, വധിക്കേണ്ട മൃഗങ്ങൾ അവകളല്ല, അല്ലാത്തതായ മൃഗങ്ങൾ. അതേപോലെ തന്നെ മനുഷ്യരില് എന്താണ്, കൊല ചെയ്യപ്പെടേണ്ടവരായ മനുഷ്യരുണ്ടാവും ഇസ്ലാം നിശ്ചയിച്ച കാരണങ്ങളാൽ, അങ്ങനെയുള്ളവരല്ല, അതല്ലാത്തതായ മനുഷ്യർ, അവരുടെ ദാഹം എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. അപ്പൊ ഒന്നാമത്തെ അവസ്ഥ വെള്ളമില്ല, രണ്ടാമത്തെ അവസ്ഥ വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളം എന്താണ്, അവന്റെ ഏറ്റവും ആവശ്യമുള്ള ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവനക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല? വുദൂ ചെയ്യേണ്ടതില്ല. മൂന്നാമത്തെ കാര്യം, ഇദാ ഖാഫ ബിസ്തിഅമാലിൽ മാഇ അദ്ദററ ഫീ ബദനിഹി, വെള്ളമുണ്ട്, പക്ഷേ വെള്ളം ഉപയോഗിക്കൽ കൊണ്ട് അവന്റെ ശരീരത്തിന് ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ട്. ബി മറദി, ഒന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? രോഗം ഉണ്ടാകും, അതിശക്തമായ തണുപ്പോ അല്ലെങ്കിൽ എന്താണ്, വെള്ളം ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ അവനുണ്ട്, ഏതെങ്കിലും രോഗമുണ്ട്, ആ രോഗത്തിൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് ചെയ്തിട്ട് വൈദ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശ്വസ്തരായ ആളുകൾ പറയുന്നുണ്ട്, വെള്ളം ഉപയോഗിച്ചാൽ എന്താവും? രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ
ഔ തഅഖുരി ബുർഇൻ, അല്ലെങ്കിൽ ഒരു രോഗമുണ്ട്, വെള്ളം ഉപയോഗിച്ച ആ രോഗത്തിന്റെ ശമനം എന്ത് ചെയ്യും? വൈകും. മുറിവോ മറ്റൊക്കെയാണ്, വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ശമനം പെട്ടെന്നാകാൻ പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിന്റെ വ്രണം പഴുക്കാനോ മറ്റൊക്കെയും ഇടയാകും, അത് താമസിക്കാൻ ഇടയുണ്ട്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഇൻ കുന്തും മർദ, നിങ്ങൾ രോഗികളാണ് എങ്കിൽ. അതേപോലെ ഫതയമ്മമു സഈദൻ ത്വയ്യിബ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം. വെള്ളമുണ്ട്, പക്ഷെ ഉപയോഗിക്കാനുള്ള പ്രയാസം ശരീരത്തിനുണ്ട്. നാലാമത്തേത് ഇദാ അജസ അൻ ഇസ്തിഅമാലിൽ മാഇ ലിമറദിൻ ലാ യസ്തതിഉ മഅഹു അൽ ഹറക. ഇനി വെള്ളമുണ്ട്, പക്ഷേ ഇദാ അജസ അൻ ഇസ്തിഅമാലിൽ മാഇ, ആ വെള്ളം പോയി എടുത്ത് ഉപയോഗിക്കുന്നതിനെ തൊട്ട് അവൻ അശക്തനാണ്, ദുർബലനാണ്. ബിമറദിൻ, രോഗം കൊണ്ട്, രോഗം കൊണ്ട്, ലാ യസ്തതിഉ മഅഹു അൽ ഹറക, അവന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, രോഗക്കിടപ്പിലാണ്, കിടപ്പായ രോഗമാണ്, അവൻ എഴുന്നേറ്റ് പോയി വുദൂ ചെയ്യാൻ സാധിക്കില്ല. വലൈസ ഇൻദഹു മൻ യുവദ്ദിഉ, അവന് വുദൂ എടുത്ത് കൊടുക്കാനുള്ള ഒരാളും സഹായിയൊന്നില്ല, അവന്റെ അടുക്കലില്ല. അപ്പൊ അവൻ രോഗക്കിടപ്പിലാണ്, കിടക്കയിലാണ്. വഖാഫ ഖുറൂജൽ വഖ്തി, അങ്ങനെ എന്താണ്, സമയം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സമയത്തിനുള്ളിൽ വെള്ളം കിട്ടാനോ വുദൂ എടുക്കാനോ സാധിക്കൂല. ഇങ്ങനെയാണെങ്കിലും അവൻ എന്ത് ചെയ്യാം? തയമ്മം ചെയ്യാം. അഞ്ചാമത്തെ അവസ്ഥ ഇദാ ഖാഫ ബർദൻ ബിസ്തിഅമാലിൽ മാ വലം യജിദ് മാ യുസഖ്സിനുഹു ബി. അതിശക്തമായ തണുപ്പുള്ള ചില നാടുകളുണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെ നാടുകളൊന്നും അതുള്ള നാടുകൾപ്പെട്ടതല്ല, അത് കഠിനമായ തണുപ്പുള്ള നാടുകൾ. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ അതിശക്തമായ തണുപ്പിനെ ഒരാൾ ഭയപ്പെട്ടു, വെള്ളം ഉപയോഗിക്കൽ കൊണ്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. ശരി, അപ്പോൾ അവര് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റൊക്കെയും ധരിച്ചിട്ടുണ്ടാകും. വെള്ളം നേരിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. വലം യജിദ് മാ യുസഖ്സിനുഹു ബി, അവനാകട്ടെ വെള്ളം ചൂടാക്കാനുള്ളതായ വസ്തുക്കളൊന്നും ലഭ്യമായിട്ടുമില്ല. എന്നാൽ തയമ്മമ വസ്വല്ല, അപ്പോഴും അവൻ എന്ത് ചെയ്യാം? തയമ്മം ചെയ്ത് നമസ്കരിക്കുക എന്നുള്ള അനുവദനീയമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ എന്ത് ചെയ്യരുത്? വധിക്കരുത്, നശിപ്പിക്കരുത് എന്ന് തുടങ്ങുന്ന വേറെയും ധാരാളം എന്തുണ്ട്, പൊതുവായ നിയമങ്ങൾ ആ വിഷയത്തിലുണ്ട്. സ്വന്തം നഫ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല? അപകടത്തിൽപ്പെടുത്താൻ പാടില്ല. അപ്പൊ അപകടം ഉണ്ടാകുമെന്ന് കണ്ടാൽ അതിന് പരിഹാരമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഫഫീ തിൽക്കൽ അഹ്വാലി യതയമ്മമു വയുസല്ലി. അപ്പൊ ഈ പറഞ്ഞ 5 സന്ദർഭങ്ങളിലും ഒരാൾക്ക് തയമ്മം ചെയ്ത് നമസ്കരിക്കാവുന്നതാണ്. വഇൻ വജദ മാഅൻ യക്ഫി ബഅദ തുഹ്രി, ഇനി ഒരാൾക്ക് അവന്റെ കയ്യിൽ വെള്ളമുണ്ട്, അത് വേറെ ആവശ്യങ്ങൾക്കുള്ളൊന്നുമല്ല, വുളൂ ചെയ്യാൻ പാകത്തിന് വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളമുണ്ട്, പക്ഷേ യക്ഫി ബഅദ തുഹ്രി, അത് പൂർണ്ണമായും വുളൂ ചെയ്യാൻ മതിയാവുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും കുളിക്കാൻ മതിയാവുകയില്ല. ഇസ്തഅമലഹു ഫീമാ യംകിനുഹു മിൻ അഅദാഇഹി ഔ ബദനി, അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവന് സാധിക്കുന്ന അവയവങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് കഴുകണം. വതയമ്മമ അനിൽ ബാഖി അല്ലദീ ഖസ്സറ അൻഹുൽ മാ, എന്നിട്ട് ബാക്കിയുള്ള അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ. അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വുളൂ എടുക്കാനോ കുളിക്കാനോ സാധിക്കുകയില്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവയവങ്ങൾ എന്ത് ചെയ്യുക? ഉള്ള വെള്ളം കൊണ്ട് ഉപയോഗിക്കുക. അതിനുശേഷം ബാക്കിയുള്ള അവയവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? തയമ്മം ചെയ്യുക. വഇൻ കാന ബിഹി ജുർഹുൻ, ഇനി ഒരാളുടെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുണ്ട്, മുറിവോ മറ്റോ, യതദററു ബിഗുസ്ലിഹി ഔ മസ്ഹിഹി ബിൽമാ, അവിടെ കഴുകുക എന്നുള്ളത് പ്രയാസകരമാണ്, കഴുകിയാൽ പ്രയാസമാണ്, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തടക എന്നുള്ളതും പ്രയാസമാണ്. എങ്കിൽ തയമ്മമ ലഹു, എന്ത് ചെയ്യണം? അവൻ അതിനു വേണ്ടി തയമ്മം ചെയ്യും. അപ്പോൾ ഒരാൾക്കൊരു മുറിവുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മുറിവുണ്ട് എങ്കിൽ അത് തുറന്ന മുറിവാണ് എങ്കിൽ, കഴുകാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? കഴുകണം. തുറന്നിരിക്കുന്ന മുറിവാണ്, അതിലൊന്നും വച്ച് കിട്ടിയിട്ടൊന്നുമില്ല എങ്കിൽ കഴുകാൻ പറ്റുമോ? എങ്കിൽ എന്ത് ചെയ്യണം? കഴുകണം. കഴുകാൻ പറ്റൂല, അങ്ങനെയാണെങ്കിൽ വെള്ളം നനച്ചിട്ട് എന്ത് ചെയ്യാം? തടകണം. അതിന് രണ്ടും സാധിക്കാത്ത അവസ്ഥയിൽ തയമ്മമ ലഹു, ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. കഴുകാൻ പറ്റുന്ന അവയവങ്ങൾ കഴുകണം. ഈ കഴുകാനോ തടകാനോ പറ്റാത്തതായ ഭാഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. വഗസൽ ബാക്കിയുള്ള കഴുകണം. ലിഖൗലിഹി തആല വലാ തഖ്തുലു അൻഫുസകും എന്നുള്ള ആയത്ത് അവിടെയും എന്താണ്?
ബാധകമാണ്. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നാശത്തിൽ അകപ്പെടുത്തരുത്. അപ്പോ വലിയ മുറിവ് മറ്റൊക്കെ ഹദീസ് തന്നെ ഉണ്ട് വിഷയത്തില്. സ്വഹാബികളിൽപ്പെട്ട ഒരാൾക്ക് എന്ത് ചെയ്തു, മുറിവുണ്ടായി. അങ്ങനെ കുളിക്കേണ്ട അവസ്ഥ വന്നു. സ്വഹാബികളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഇളവൊന്നും കാണുന്നില്ല. അങ്ങനെ ആ സ്വഹാബി കുളിച്ചു, രോഗം മൂർച്ഛിച്ചു, മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്, കൊന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഗുരുതരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യാം, ആ സമയത്തും അവന് തയമ്മും ചെയ്യാവുന്നതാണ്. ഇനി വൈൻകാന ജുറുഹുഹു ലാ യതദററു ബിൽ മസ്ഹി, മസ്ഹു കൊണ്ടൊരു പ്രയാസം ഉണ്ടാവില്ല, തടകൽ കൊണ്ട് പ്രയാസം ഉണ്ടാകാത്ത പരിക്കാണ് എങ്കിൽ മസഹ ദിമാദല്ലദീ ഫൗഖഹു ബിൽ മാ, അതിന്റെ മേൽ അവൻ എന്ത് ചെയ്യണം, വച്ച് കെട്ടിയിരിക്കുന്നതായ വസ്തുവിന്റെ മേൽ അവൻ എന്ത് ചെയ്യാം, തടകാവുന്നതാണ്. വകഫാഹു അൽ മസ്ഹു അനി തയമ്മുമി, ആ തടകൽ തയമ്മുമിനെ തൊട്ട് മതിയാകും. അങ്ങനെയാണ് പിന്നെ വേറെ എന്ത് ചെയ്യേണ്ടതില്ല, തടകേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ്, അവയവങ്ങളിലോ മറ്റൊക്കെ എന്ത് ചെയ്തു, പരിക്ക് കാരണത്താൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ട്, ഒടിവോ മറ്റൊക്കെ ഉണ്ടാവും, സാധാരണ എന്ത് ചെയ്യും, വെച്ച് കെട്ടും. അതല്ലെങ്കിൽ മുറിവുള്ള കാരണത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ മേലെ തടകിയാൽ മതി, വെള്ളം കൊണ്ട് തടകിയാൽ മതി, അത് മതിയാകുന്നതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നാണ്, ഈ പറയുന്ന വച്ച് കെട്ടുന്നതായ ഭാഗം ആവശ്യത്തിനുള്ള ഭാഗത്തെ വെച്ച് കെട്ടാവൂ. ആവശ്യത്തിലധികം ഭാഗം ചെയ്യാൻ പാടില്ല, അങ്ങനെ കെട്ടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്താവില്ല, അഴിച്ചു മാറ്റേണ്ടതാണ്. ആവശ്യത്തിന് മാത്രം കെട്ടിയിരിക്കുന്നതാണെങ്കിൽ ആ ഭാഗത്ത് എന്ത് ചെയ്താൽ മതി, അതിന്റെ മേലെ തടകിയാൽ മതിയാകും. അതിനുവേണ്ടി പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല, തയമ്മും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉലമാക്കൾക്കുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടതില്ല, തയമ്മും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ശരിയായ വീക്ഷണം. അല്ലാഹു അഅലം. വയജൂസു തയമ്മുമു ബിമാ അലാ വജ്ഹിൽ അർദി, ഇനി എന്തുകൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്, അതാണ് അടുത്ത മസ്അല. വയജൂസു തയമ്മുമു, തയമ്മും ചെയ്യൽ അനുവദനീയമാണ്. ബിമാ അലാ വജ്ഹിൽ അർദി, ഭൂമുഖത്തിന്റെ മേൽ ഉള്ളതായ ഒന്നുകൊണ്ട്, ഭൂമിയുടെ മേലെയുള്ള ഒന്നുകൊണ്ട് എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാം. അത് മിൻ തുറാബിൻ വസബ്ഖത്ത്, ഒന്നുകിൽ മണ്ണ്, പച്ചയായ മണ്ണിനാണ് എന്ത് പറയുന്നത്, തുറാബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ചെടികളെല്ലാം മുളച്ച് വരാൻ സാധിക്കുന്ന എന്തുണ്ട്, മണ്ണുണ്ടല്ലോ, അതിനാണ് തുറാബ് എന്ന് പറയുക. അതുപോലെ വസബ്ഖത്തിൻ, സബ്ഖത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പ് കലർന്ന എന്താണ് മണ്ണിനാണ് സബ്ഖത്ത് എന്ന് പറയുന്നത്. അതുപോലെ റമലിൻ, റമൽ എന്ന് വെച്ചാൽ മണലാണ്. സാധാരണ ചെടികളൊന്നും മുളയ്ക്കാൻ പ്രയാസമുള്ള മണലുണ്ടല്ലോ, അതിനാണ് റമൽ എന്ന് പറയുന്നത്. വഗൈരി, ഏതുമാകട്ടെ. അപ്പൊ ഭൂമിയുടെ മേലെയുള്ളതായ എന്തുമാകട്ടെ അവകൾ കൊണ്ട് എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാവുന്നതാണ്. ഹാദാ ഹുവ സ്വഹീഹു മിൻ ഖൗലൈ അൽ ഉലമാഇ, ഉലമാക്കളുടെ രണ്ട് അഭിപ്രായങ്ങളിൽ സ്വഹീഹായ അഭിപ്രായം എന്താണ്, ഇതാണ്. ഭൂമുഖത്തുള്ളതായ ഏത് വസ്തുവാകട്ടെ, അത് പറയുന്ന പൊടിയുള്ള മണ്ണാകട്ടെ, അല്ലെങ്കിൽ മണലാകട്ടെ, അല്ലെങ്കിൽ കല്ലുപോലിരിക്കുന്ന ഉപ്പ് കലർന്നു പറഞ്ഞാൽ കല്ലുപോലിരിക്കുന്നതായ ഭാഗങ്ങളാകട്ടെ, ഏതാണെങ്കിലും എന്ത് ചെയ്യാം, അതിന്റെ മേൽ തയമ്മും ചെയ്യാവുന്നതാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, സഈദ് എന്നുള്ളത് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമുഖമാണ്. ഭൂമിയുടെ ആല, മേൽഭാഗത്തുള്ള ഏത് വസ്തുവിനാണെന്ന് പറയുക, അവിടെ സഈദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭൂമുഖത്തുള്ളതായ ഒന്നുകൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തോ. അപ്പൊ ചില ഉലമാക്കള് നല്ല പൊടിയുള്ള മണ്ണായിരിക്കണമെന്ന് പറയാൻ കാരണം ഇവിടെ ത്വയ്യിബൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്വയ്യിബ് എന്ന് പറഞ്ഞത് ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ കാണാം, എന്ത് ചെയ്യുക, വൃക്ഷങ്ങൾ വളരുന്നത് ത്വയ്യിബായ മണ്ണിലായിരിക്കും. അപ്പോ അത് ഈ പറയുന്ന പൊടിയുള്ള വൃക്ഷങ്ങൾ വളരുന്ന മണ്ണാണെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ തെളിവുകളില്ല, അത് തന്നെ വേണം എന്നുള്ളതിലേക്ക്. മാത്രമല്ല വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ഇദാ അദ്റക്തുമുസ് സ്വലാ തയമ്മമു ബിൽ അർളില്ലത്തി യുസല്ലൂന അലൈഹാ തുറാബൻ ഔ ഗൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും സാധാരണ യാത്രയിലോ മറ്റൊക്കെയും അവർക്ക് നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഏത് ഭൂമിയിലാണോ ഉള്ളത് അവിടെ എന്ത് ചെയ്യും, തയമ്മും ചെയ്യും, എന്നിട്ട് നമസ്കരിക്കും. അത് മണ്ണാകട്ടെ അല്ലെങ്കിൽ അതല്ലാത്തതാകട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും യാത്രാവേളകളിൽ എന്തുണ്ടാവും, മണ്ണ് മാത്രമുള്ള സ്ഥലം ഉണ്ടാവും, മണൽ മാത്രമുള്ള സ്ഥലങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പാറ മാത്രമുള്ള സ്ഥലങ്ങളുണ്ടാകാം. അപ്പോൾ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇളവായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തയമ്മും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏത് ഭൂമിയിലാണോ ഉള്ളത് ആ ഭൂമുഖത്ത് എന്ത് ചെയ്യാം,
തയമ്മും ചെയ്യാം എന്നുള്ളതാണ്. വലം യക്കൂനു യഹ്മിലൂന മഅഹും അത്തുറാബ്, അവർ യാത്രാവേളയിൽ എന്ത് ചെയ്യുമായിരുന്നില്ല, മണ്ണ് ചുമന്നുകൊണ്ട് പോകുമായിരുന്നില്ല തയമ്മുവിന് വേണ്ടിയിട്ട്. എന്താണ് ചെയ്യുക, എവിടെയാണോ ഉള്ളത് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും. അതേ ഹദീസും അങ്ങനെയാണ് കണ്ടത്. ഒരാൾക്ക് നമസ്കാരത്തിന്റെ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, അവിടെ നമസ്കരിക്കാനും പറ്റും, അതേപോലെ തന്നെ ശുദ്ധി വരുത്തുകയും ചെയ്യാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് തയമ്മും ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു. ഭൂമുഖത്തുള്ളതായ ഏതുകൊണ്ടും എന്ത് ചെയ്യാം, തയമ്മും ചെയ്യാവുന്നതാണ്. വസിഫത്തു തയമ്മുമി, തയമ്മുമിന്റെ രൂപം എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്? അൻ യദ്രിബ തുറാബ ബിയദൈഹി മുഫറജതൈ അൽ അസാബിഅ, അവൻ ഈ പറയുന്ന മണ്ണിന്റെ മേൽ അടിക്കണം. ബിയദൈഹി, രണ്ട് കൈകൾ കൊണ്ട് മണ്ണിന്റെ മേൽ അടിക്കണം. അത് തന്നെ മുഫറജതൈ അൽ അസാബിഅ, രണ്ട് കരങ്ങളുടെയും വിരലുകൾ ഇങ്ങനെ വിടർത്തിയതായ നിലയിൽ എന്ത് ചെയ്യണം, അടിക്കണം. സുമ്മ യംസഹു വജ്ഹഹു ബിബാത്തിനി അസാബിഇഹി, എന്നിട്ട് മുഖത്തെ എന്ത് ചെയ്യണം, വിരലിന്റെ ഉൾഭാഗങ്ങൾ കൊണ്ട് തടകണം. വയംസഹു കഫൈഹി ബിറാഹത്തൈ, രണ്ട് കഫുകൾ എന്ത് ചെയ്യണം, ഈ ഉൾ കൈ കൊണ്ട് കഴുകണം. അപ്പോൾ വലത് കൈയിന്റെ പുറം ഭാഗത്തെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തടകി, വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ പുറഭാഗത്തെ എന്ത് ചെയ്തു, ഇങ്ങനെ തടകി. വയംസഹു കഫൈഹി ബിറാഹത്തൈ വയുഅമ്മിമൽ വജ്ഹ വൽ കഫൈനി ബിൽ മസ്ഹി, മുഖവും അതേപോലെ തന്നെ രണ്ട് കൈകളും എന്ത് ചെയ്യണം, വ്യാപകമായിട്ട് അങ്ങനെ തടകണം. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, മുഖത്തും അതുപോലെ തന്നെ കൈയും ഇങ്ങനെ തടകണം. വൈൻ മസഹ ബി ദർബത്തി, ഇനി ഒരാൾ രണ്ട് അടി കൊണ്ട് അങ്ങനെ എന്ത് ചെയ്താൽ, തടകിയാൽ, അതായത് ഇഹ്ദാഹുമാ യംസഹു ബിഹാ വജ്ഹഹു, ഒന്ന് അടിച്ചിട്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് മുഖം തടകി. പിന്നെ വസാനിയത്തു യംസഹു ബിഹാ ബദനഹു, എന്നിട്ട് രണ്ടാമത് അടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അവന്റെ കയ്യും തടകിയാൽ ജാസ, അത് അനുവദനീയമാണ്. ലാക്കിൻ നസ്ഫത്തൽ ഊല ഹിയൽ വാരിദത്തു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഒന്നാമത് പറഞ്ഞ രൂപമാണ് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തയമ്മുമിന്റെ രൂപമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിരപ്പെട്ടു വന്നത് ആദ്യം പറഞ്ഞ രൂപമാണ്. അതായത് ഒരു പ്രാവശ്യം അടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മുഖം തടകുന്നു, എന്നിട്ട് അതേ ആ അടി കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൈയും തടകുന്നു. ഇതാണ് ഒന്നാമത് പറഞ്ഞ രൂപമാണ് കൂടുതൽ ശരിയായ രൂപം. രണ്ടാമത്തെ രീതിയിൽ ചെയ്താലും എന്താണ്, അനുവദനീയമാണ്. ഇനി വയബുത്തുലു തയമ്മും, അവിടെ എന്താണ്, ചില ഹദീസുകൾ പ്രകാരം ഇങ്ങനെ മണ്ണിൽ അടിച്ചതിന് ശേഷം അതെന്ത് ചെയ്യാം, ഒന്ന് ഊതിയോ അല്ലെങ്കിൽ തട്ടിയോ അതിനാ പൊടിയോ ഒന്ന് തഖ്ഫീഫ് ചെയ്യൽ സുന്നത്താണ് എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ആ പൊടി വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല. അതിനൊന്ന് തട്ടിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് ലഘുവാക്കാം പൊടിയെ, അത് അനുവദനീയമാണ്. ഇനി വയബുത്തുലു തയമ്മുമു, എപ്പോഴാണ് ഇങ്ങനെ തയമ്മും ഇനി ബാത്തിലാവുക? വുദൂ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വയബുത്തുലു തയമ്മുമു, തയമ്മും ബാത്തിലായി പോകും. അൻ ഹദസിൻ അസ്ഗറ ബിമുബ്തിലാത്തിൽ വുദൂഇ വഅൻ ഹദസിൻ അക്ബർ ബിമൂജിബാത്തിൽ ഗുസ്ലി. അപ്പോ ചെറിയ അശുദ്ധി, വുദൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് ചെറിയ അശുദ്ധിയും സംഭവിക്കും. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വലിയ അശുദ്ധിയും എന്ത് ചെയ്യും, ഉണ്ടാകും. അപ്പൊ തയമ്മും ചെയ്തു കഴിഞ്ഞിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു, വുദൂ മുറിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചു, എന്നാൽ എന്തായി, തയമ്മും അവിടെ ബാത്തിലായി പോകുന്നതാണ്. മിൻ ജനാബത്തിൻ വഹൈദിൻ വനിഫാസിൻ, ഒരാൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി അല്ലെങ്കിൽ ഹൈദോ നിഫാസോ ഉണ്ടായി. ലിഅന്നൽ ബദല ലഹു ഹുക്മുൽ മുബദൽ, കാരണം എന്താണ്, ഇവിടെ തയമ്മും എന്നുള്ളത് ബദലാണ്, പകരമായി കൊണ്ടുവന്നിരിക്കുന്നതാണ്. എന്തിന്, വുദൂഇന്. അപ്പൊ വുദൂഇന്റെ അതേ നിയമങ്ങൾ എവിടെയും ബാധകമാകും, പകരത്തിന് വന്നിരിക്കുന്ന ആൾക്കും അത് തന്നെ ബാധകമാകും. അപ്പൊ വുദൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തും മുറിയും, തയമ്മും മുറിയും. കുളി മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും മുറിഞ്ഞു പോകും. ഇനി അതേപോലെ തന്നെ ഇവകൾ കൊണ്ട് പൊതുവെ മുറിഞ്ഞു പോകുമെങ്കിൽ അതല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. അതെന്താണ്, യബ്തുലു അത്തയമ്മുമു അയ്ളൻ ബിവുജൂദിൽ മാഇ, ഒരാള് എന്താണ്, ഇൻകാന തയമ്മുമു ലിഅദമി, ഒരാൾ തയമ്മും ചെയ്തത് വെള്ളമില്ലാത്ത കാരണത്താലാണ്. നമസ്കരിക്കാൻ സമയമായപ്പോൾ അവൻ വെള്ളം അന്വേഷിച്ചു, പക്ഷെ എന്തില്ല, വെള്ളം കിട്ടിയില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു, തയമ്മും ചെയ്തു. അങ്ങനെ തയമ്മും ചെയ്തതാണ് എങ്കിൽ വെള്ളം ലഭ്യമായി കഴിഞ്ഞാൽ എന്താകും, ഈ തയമ്മും ബാത്തിലായി പോകും. അപ്പൊ പിന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, വുദൂ ചെയ്യേണ്ടതുണ്ട്, വെള്ളം കൊണ്ട് വുദൂ ചെയ്യേണ്ടതുണ്ട്.
വബിസവാലിൽ ഉദ്രി അല്ലദീ മിൻ അജ്ലിഹി ശുരിഅ തയമ്മും മിൻ മറദിൻ വനഹ്വി. അതേപോലെ തന്നെ ഒരാൾ തയമ്മും ചെയ്തത് ഏതെങ്കിലും രോഗം പോലുള്ളതായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കാരണം എന്ത് ചെയ്തു നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യും? ഈ പറയുന്ന തയമ്മും ബാത്തിലായി പോവും. ഒരാൾ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസകരമായ അവസ്ഥയിലാണ് എന്ത് ചെയ്ത് തയമ്മും ചെയ്ത്. ഇപ്പോൾ ഒരാൾ രോഗക്കിടക്കയിലാണ്, വെള്ളം എടുത്തു കൊടുക്കാൻ ആരുമില്ല, അനങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയാണ്, വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്തു? അത് ഭേദമായി കഴിഞ്ഞാൽ എന്തായി? ഈ തയമ്മും മുറിഞ്ഞുപോയി. പിന്നെ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? വുദൂ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്ത കാരണത്താലാണ് തയമ്മും ചെയ്തതെങ്കിൽ വെള്ളം ലഭ്യമായി കഴിഞ്ഞാൽ എന്തായി? തയമ്മും മുറിഞ്ഞു. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കാരണങ്ങളാലാണ് തയമ്മും ചെയ്തതെങ്കിൽ ആ കാരണമില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മസാല ഉണ്ട്, അത് മുസ്ലിഫ് ഇവിടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ സാധാരണ ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയമാണ്. ഒരാൾ എന്ത് ചെയ്തു? നമസ്കരിക്കാനുള്ള സമയമായി, അങ്ങനെ തയമ്മും ചെയ്തു, വെള്ളം ലഭ്യമായില്ല, എന്ത് ചെയ്തു? തയമ്മും ചെയ്തു. തയമ്മും ചെയ്തതിന് ശേഷം നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അവൻ വെള്ളം കൊണ്ട് വുദൂ ചെയ്യണം. നമസ്കാരത്തിന് മുമ്പാണ് എങ്കിൽ ഇത് ഇത്തിഫാക്കാണ്. ഒരാള് തയമ്മും ചെയ്ത് നമസ്കാരവും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നോക്കുന്നത് വെള്ളം വന്ന് എത്തിയിട്ടുണ്ട്. എന്നാലും അവൻ എന്ത് ചെയ്യേണ്ടതില്ല? ഈ നമസ്കാരത്തെ മടക്കേണ്ടതില്ല. ആ നമസ്കാരം മതിയാകുന്നതാണ്. ഇതും ഇത്തിഫാക്കാണ്. എന്നാൽ ഒരാൾ തയമ്മും ചെയ്തു, നമസ്കാരം ആരംഭിച്ചു പകുതിയായപ്പോൾ എന്ത് ചെയ്തു? വെള്ളം ലഭ്യമായതായി അറിയിപ്പ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഉലമാക്കൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് അവൻ നമസ്കാരം മുറിച്ച് എന്ത് ചെയ്യണം? വുദൂ ചെയ്തതിന് ശേഷം നമസ്കരിക്കണം. കാരണം വെള്ളം ഉണ്ട് എങ്കിൽ എന്ത് വേണ്ടതാണ്? വെള്ളം കൊണ്ട് വുദൂ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് മുറിച്ചിട്ട് എന്ത് ചെയ്യണം? വുദൂ ചെയ്ത് നമസ്കരിക്കണം. ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ആ അഭിപ്രായമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അത് വേണ്ടതില്ല. നമസ്കാരം തുടരാം. ഒരു ഫർദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ബാത്തുലാക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വലാ തുബ്തിലു അഅമാലക്കും. അതുകൊണ്ട് തുടങ്ങിയ അമൽ എന്ത് ചെയ്യാൻ പാടില്ല? മുറിക്കാൻ പാടില്ല എന്നൊരു പക്ഷവും പറയുന്നുണ്ട്. രണ്ട് ഭാഗത്തും പൗരാണികരായ ഉലമാക്കളും അതുപോലെ തന്നെ ആധുനികരായ ഉലമാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു മസലയാണ് നമസ്കാരം തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൽ. ഇനി വമൻ അദിമ അൽ മാഅ വത്തുറാബ ഔ വസല ഇലാ ഹാലിൻ ലാ യസ്തതിഉ മഅഹു ലംസൽ ബശറതി ബിമാഇൻ വലാ തുറാബി. ഇനി ഒരാൾക്ക് വെള്ളമില്ല, അതേപോലെ തന്നെ വത്തുറാബ് മണ്ണുമില്ല, ഭൂമുഖത്തല്ല അവനുള്ളത്, മണ്ണ് ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഔ വസല ഇലാ ഹാലിൻ, അല്ലെങ്കിൽ അവൻ ഒരവസ്ഥയിലാണ്, ലാ യസ്തതിഉ മഅഹു ലംസൽ ബശറതി ബിമാഇൻ വലാ തുറാബിൻ, അവൻ എന്തെങ്കിലും രോഗമോ മറ്റൊക്കെ ഉണ്ട്, വെള്ളവും ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, മണ്ണും ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ ഫഇന്നഹു യുസല്ലി അലാ ഹസബി ഹാലിഹി. അപ്പോൾ അവൻ എന്ത് ചെയ്യാം? അവന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയുടെ മേൽ അവന് നമസ്കരിക്കാവുന്നതാണ്. ബിലാ വുദൂഇൻ വലാ തയമ്മുമിൻ. അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? വുദൂഉം ചെയ്യേണ്ടതില്ല, തയമ്മും ചെയ്യേണ്ടതില്ല. കാരണം ലിഅന്നല്ലാഹ ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരു മനുഷ്യനോടും അവന് സാധ്യമല്ലാത്ത കാര്യം ചെയ്യൂല, അവനോട് കീർത്തിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല. അപ്പോൾ ഒരാൾക്ക് രണ്ടും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? നമസ്കരിക്കാം, കഴിയുന്നത് പോലെ നമസ്കരിക്കാം എന്നുള്ളതാണ്. വലാ യുഈദു ഹാദിഹി സ്വലാ. പിന്നീട് വെള്ളം ലഭിച്ചാൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാവുന്ന അവസ്ഥയിലേക്കായി മാറിയാലും ഈ നമസ്കാരം ചെയ്യേണ്ടതില്ല, മടക്കി നമസ്കരിക്കുകയും ചെയ്യേണ്ടതില്ല. ലിഅന്നഹു അതാ ബിമാ ഉമിറ ബിഹി. കാരണം അവനോട് കൽപ്പിക്കപ്പെട്ടത് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്. അവനോട് കൽപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, ഫത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുക എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ അമർതുകും ബിഅംരിൻ ഫഅതൂ മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് ഒരു കൽപ്പന നൽകിയാൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കഴിവിന്റെ പരമാവധി ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കഴിയുന്നത് പോലെ ചെയ്താൽ മതി. ഒരാള് ഇപ്പോൾ ഈ മസല സാധാരണ രീതിയിൽ വരലുണ്ട്. ഒരാൾ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കിട്ടാത്ത സാഹചര്യം വന്നു, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്, വെള്ളം ഇനി തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രോഗിയാണ്, അവന് വുദൂ ചെയ്യാനോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടു കൊടുക്കാനൊന്നും ആരുമില്ല, കിടപ്പിലാണ്, അവന്റെ
എന്തില്ല, തയമ്മും ചെയ്യാനുള്ള സാഹചര്യങ്ങളുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവന്റെ മുന്നിൽ വിരിപ്പുകളിലോ മറ്റൊക്കെ പൊടിയുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ആ പൊടി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാമെന്നാണ്. ഇനി അതുമില്ലാത്ത അവസ്ഥയാണ്, എന്നാൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യാം? നമസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്, അവന് കൊടുക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ആ അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഹാദിഹി ജുംലത്തും മിൻ അഹ്കാമി അത്തയമ്മും. ഇതാണ് തയമ്മുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില വിധികൾ. സുഖനാഹാല, ഇത് നാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഫൈൻ അഷ്കല അലൈക ശൈഉം മിൻഹാ ഔ മിൻ ഗൈരിഹ, ഈ വിഷയത്തിലോ അതല്ലാത്ത കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഫഅലൈക അൻ തസ്അല അഹ്ലൽ ഇൽം, ഉലമാക്കളോട് ചോദിക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത്. വലാ തതസാഹൽ ഫീ അംരി ദീനിക്, ദീനിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അലസത സ്വീകരിക്കാൻ പാടില്ല. ലാ സിയ്യമ അംറു സ്വലാത്തി അല്ലതി ഹിയ അമൂദുൽ ഇസ്ലാം, പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മസലകളിൽ അത് ഇസ്ലാമിന്റെ എന്താണ്? തൂണാണ്, അമൂദാണ്. ഫഇന്നൽ അംറ മുഹിമ്മുൻ ജിദ്ദൻ, കാരണം കാര്യം വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണ്. വഫഖനല്ലാഹു ജമീഅൻ ലിസ്സവാബി വസ്സദാദി ഫിൽ ഖൗലി വൽ അമൽ, വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം സത്യം പുലർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വഅൻ യകൂന അമലുനാ ഖാലിസൻ ലിവജ്ഹിഹിൽ കരീം, നമ്മളുടെ അമലുകളെല്ലാം അള്ളാഹു അവന്റെ വജ്ഹിനെ മാത്രം കാക്ഷിക്കുന്ന ഇഖ്ലാസുള്ള അമലാക്കി തീർക്കട്ടെ. ഇന്നഹു സമീഉൻ മുജീബു ദുആ, അവൻ ദുആ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്. ഇതാണ് തയമ്മുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? മുസന്നിഫ് റഹിമഹുല്ലാ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിൽ 2 അധ്യായങ്ങൾ കൂടിയിട്ടാണ് അവശേഷിക്കുന്നത്. ഒന്ന് നജസിനെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഹൈദ് നിഫാസുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടും വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം. അല്ലാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.